പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം നമുക്കൊരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കി തന്നതിനായി നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ദാവീദിനോട് ചേർന്ന് നിന്നുകൊണ്ട് 11-ാം സങ്കീർത്തനം നമുക്കൊരുമിച്ച് പാടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചല്ലോ. അതിൽ നിന്ന് ചുരുക്കം ചില ചിന്തകളെ പങ്കുവെച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്ന അതിൻ്റെ തലക്കെട്ടിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലം 1 ശമൂവേലിന്റെ പുസ്തകം 18ഉം 19ഉം അധ്യായങ്ങളാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ നേരിട്ട പരിശോധനകളിൽ, പ്രതിസന്ധികളിൽ ദാവീദ് പാടിയ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് പലവിധ പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയി. ശൗലിനാലുള്ള ആക്രമണം, തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ പിതാവിനോടുള്ള എതിർപ്പ്, വളർച്ചയിൽ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ഉണ്ടായ മനോഭാവം, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങളിൽ കൂടിയാണ് ഈ സങ്കീർത്തനം നമ്മൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. എന്നാൽ പ്രധാനമായി ശൗല് തനിക്കെതിരായി നിന്നു എന്നുള്ളൊരു സാഹചര്യമാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്നുള്ള ആ ഗാനം ശൗലിനെ ദാവീദിനെതിരായി തിരിക്കുവാൻ തക്കവണ്ണം ഇടയായി. തൻ്റെ മരുമകനായിട്ടും അവനെ കൊല്ലുവാൻ തക്കം പാർത്തു നടന്ന ശൗലിനെ നമുക്ക് ശമൂവേലിന്റെ പുസ്തകത്തിൽ കാണുവാനായി സാധിക്കുന്നു. നോക്കുക, ഭക്തനെതിരെ എന്നും ശത്രുവിൻ്റെ പ്രതികാര മനോഭാവമുണ്ട്. അവനെ തകർത്തു കളയുവാൻ എപ്പോഴും ശത്രു പദ്ധതിയിടുന്നുണ്ട്. നമ്മൾ ഒരു ദൈവ പൈതലാണെങ്കിൽ തീർച്ചയായും ശത്രു നമ്മൾക്ക് നേരെ തിരിയുവാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ മാനസികമായി തകർത്തു കളയുക എന്നുള്ളതാണ് ശത്രുവിൻ്റെ ആദ്യത്തെ പടി. രണ്ടാമതായി ശത്രു ചില വ്യക്തികളെ ദൈവമക്കൾക്കെതിരായി അല്ലെങ്കിൽ ദൈവ പൈതലിനെതിരായി തിരിക്കുവാൻ തക്കവണ്ണം ഇടയായി. മാത്രമല്ല, ചില സാഹചര്യങ്ങളെ ശത്രു നമുക്ക് എതിരായി ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഒരു ദൈവ പൈതൽ, ഒരു യഥാർത്ഥ ദൈവ പൈതലിനെതിരെ എപ്പോഴും ശത്രുവിൻ്റെ പ്രതികാര മനോഭാവമുണ്ട്. അവനെ തകർത്ത് കളയണമെന്നുള്ള പദ്ധതികളുണ്ട്. ദാവീദിനും അങ്ങനെയാണ് ചില പ്രതിസന്ധികൾ നേരിട്ടത്. വനാന്തരങ്ങളിൽ, ഗുഹകളിലൊക്കെ, മരുഭൂമിയിലൊക്കെ ദാവീദിന് അഭയം തേടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം എന്താണ്? ശൗൽ തന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ മകനായ അബ്ശാലോം തന്നെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടെ ആണ് കടന്നു പോകുന്നത്. നമ്മൾ നോക്കിയേ, ഒരു മകൻ തനിക്കെതിരായി തിരിയുന്ന ഒരു സാഹചര്യം, സ്വന്തം ഭാര്യയുടെ പിതാവ് തനിക്കെതിരായി തിരിയുന്ന ഒരു സാഹചര്യം. നമ്മുടെ ജീവിതത്തിലൊന്നും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ നേരിട്ടിട്ടില്ല. എന്നാൽ ദാവീദ് ഇവിടെ നേരിടുകയാണ്. നാം ഒരു ഭക്തനായി തീർന്നാൽ ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിൽ നിന്ന് തന്നെ ആയിരിക്കും ആദ്യത്തെ പ്രതിസന്ധി ഉണ്ടാകുന്നത്. പിന്നീട് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും ഉണ്ടാകും. പിന്നീട് നമ്മൾ ജോലി ചെയ്യുന്ന മേഖലകളിൽ ഉണ്ടാകും. പിന്നീട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ, നമ്മൾ പോകുന്ന വഴികളിലൊക്കെ നമ്മൾക്ക് എതിരായി കുത്തുവാക്കുകൾ കൊണ്ട് പറയുവാൻ തക്കവണ്ണം. നാം ഒരു ഭക്തനാണെങ്കിൽ പ്രതിസന്ധി നമ്മുടെ ഭവനത്തിൽ നിന്ന് ആരംഭിക്കും. നമ്മൾക്ക് അതിനെതിരെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത അനേക ദൈവമക്കളുടെ ചരിത്രം നമ്മൾക്ക് കേൾക്കുവാനും വായിക്കുവാനും ഇടയായിട്ടുണ്ട്. ഈ ദാവീദിനും അങ്ങനെ തന്നെയാണ്. തൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ ഭാര്യ, പിതാവ് അല്ലെങ്കിൽ തൻ്റെ മകനാണ് തനിക്ക് ശത്രുവായി തീർന്നത്. ഇവിടെ നോക്കുക, അങ്ങനെ ദാവീദിൻ്റെ ഉയർച്ചയിലും അവൻ്റെ വളർച്ചയിലും ദാവീദ് ഗോലിയാത്തിനെ കൊന്നത് മുതലാണ് അവന് പ്രതിസന്ധി ആരംഭിക്കുന്നത്. ചെറിയ പ്രായത്തിൽ ആർക്കും കഴിയാത്ത ഒരു കാര്യം അവൻ ചെയ്തത് മുതൽ അന്ന് അവനെ വാഴ്ത്തിപ്പാടിയവർ തിരിച്ച് അവനെ നിന്ദിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അന്നവനെ വാഴ്ത്തിപ്പാടിയ, അന്നവനെ പ്രശംസിച്ച ശൗൽ അവനെതിരെ തിരിയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പലപ്പോഴും ഭിത്തിയോട് ചേർത്ത് അവനെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുവാനായി ശൗല് ശ്രമിച്ചിട്ടുണ്ട്. ദൈവം ഒരു ദുരാത്മാവിനെ അവൻ്റെ മേൽ അയച്ചു. കഴിഞ്ഞ നാളുകളിൽ അവൻ ഭക്തനായിരുന്നു. മനുഷ്യന്റെ ആവശ്യപ്രകാരം ആദ്യമായി ദൈവം ഇസ്രായേലിന് കൊടുത്ത രാജാവാണ്. പക്ഷെ അവൻ എന്ത് ചെയ്തു? അവൻ ദുരാത്മാവ് ബാധിതനായി തീർന്നു. അങ്ങനെ ദുരാത്മാവ് ബാധിച്ച അവൻ ഭക്തനെ തകർത്ത് കളയുവാൻ, ഭക്തനെ കൊന്നുകളയുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. അപ്പോഴാണ് ദാവീദ് ഇവിടെ ദൈവത്തോട് അപേക്ഷിക്കുന്നത്. ഇതാ, ദുഷ്ടൻ എനിക്കെതിരെ അമ്പ്, അസ്ത്രം ഇരുട്ടത്ത് എയ്യേണ്ടതിന് വില്ലു കുലച്ചു നിൽക്കും. ഇരുട്ടത്ത് ദാവീദിനെ കൊന്നുകളയാൻ, ഇരുട്ടിന്റെ മറവിൽ അല്ലെങ്കിൽ ഇരുട്ടിന്റെ പദ്ധതികളിൽ ദാവീദിനെ കൊന്നുകളയുക. ഇരുട്ടിന്റെ ആത്മാവ് ബാധിച്ച ചിലരെ അതിനുവേണ്ടി ശത്രു തെരഞ്ഞെടുത്തു. അതിൽ പ്രധാനിയായിരുന്നു ശൗൽ. ഭക്തനെ സംബന്ധിച്ച് ഏത് പ്രതിസന്ധി നേരിട്ടാലും, ഏത് പ്രയാസം നേരിട്ടാലും, എത്ര ശത്രുക്കൾ വന്നാലും അഭയസ്ഥാനം
ഒന്ന് മാത്രമേ ഉള്ളൂ, അവൻ്റെ അടിസ്ഥാനം കർത്താവാണ്, അവൻ്റെ ദൈവമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 56:11 പറയുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? മനുഷ്യൻ എന്തു വേണമെങ്കിലും എന്നോട് ചെയ്തോട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. അസാധാരണമായ ഒരു ധൈര്യം ഒരു ദൈവ പൈതലിന് ദൈവം നൽകും. കഴിഞ്ഞ നാളുകളിൽ പ്രതിസന്ധികളിൽ തകർന്നു പോയവരാണ് നാമെങ്കിൽ, നാം ദൈവത്തെ ആശ്രയിക്കുന്നത് മുതൽ, നാം ദൈവത്തെ യഥാർത്ഥമായി പിൻപറ്റുന്നത് മുതൽ അസാധാരണമായ ഒരു ധൈര്യം ദൈവം നമുക്ക് തരും. നാം അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ളതിനെ ഒന്നും നാം ഭയപ്പെടുകയില്ല. എന്തിന്? മരണത്തെ പോലും നമുക്ക് ഭയമില്ലാതെയായി തീരുന്ന സാഹചര്യങ്ങൾ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ആദ്യത്തെ 1 മുതൽ 3 വാക്യങ്ങൾ നമുക്ക് കാണുമ്പോൾ, ജീവിതത്തിൻ്റെ പരിശോധനകളിൽ ഓടിപ്പോകുവാൻ ചിലർ പറയുമ്പോൾ ദൈവത്തിൽ അടിസ്ഥാനമുറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭക്തനെയാണ് നമ്മൾക്കിവിടെ കാണുവാനായി സാധിക്കും. എൻ്റെ 1-ാം വാക്യം വായിച്ചു. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു, പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുകയും ഇത് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. നമ്മളെപ്പോലെ തന്നെ ദാവീദും നമുക്ക് മുമ്പേ കർത്താവിനെ ശരണമാക്കിയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ശരണം ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്ന അനേക സാഹചര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് പര്യാപ്തമാകാത്ത, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഒരു പ്രശ്നം പരിഹരിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കുന്നത്. എന്നാൽ ഒരു ഭക്തൻ അതിൻ്റെ ഏറ്റവും ചെറിയ ആവശ്യം മുതൽ അവൻ കർത്താവിനെ ശരണമാക്കി. അങ്ങനെ ശരണമാക്കിയിരിക്കുന്ന ഒരു ഭക്തന് നേരെ ചിലർ പറയുകയാണ്, പക്ഷികളെ നിങ്ങൾ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ആ വാക്യം വായിക്കുമ്പോൾ ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു എന്നുള്ള ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഭാഷാന്തരം. അത് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ അത്ര കൃത്യമല്ല. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു, പക്ഷികളെ പോലെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഓടിപ്പോകുവാൻ നിങ്ങൾ എന്തിനാണ് എന്നോട് പറയുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് വലിയ പ്രതിസന്ധി നേരിടും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഒരു പക്ഷി പറന്നു പോകുന്നത് പോലെ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് നീ എത്രയും പെട്ടെന്ന് മാറിപ്പോകുക. അതാണ് അവിടുത്തെ വ്യാഖ്യാനം. അതാണ് മറ്റു ഭാഷകളിലൊക്കെ അതാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇവിടെ ഭക്തൻ പറയാണ്, ഞാൻ ദൈവത്തെ ശരണമാക്കിയിരിക്കുന്നു, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. നിങ്ങൾ എന്തിനാണ് എന്നോട് പറയുന്നത്? ഒരു പക്ഷിയെപ്പോലെ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളുവാൻ നിങ്ങൾ പറയുന്നതിൻ്റെ കാര്യം എന്താണ്? നിങ്ങളത് പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധി വേളകളിലാണ് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹിക്കുന്നതും മറ്റുള്ളവരുടെ ഉപദേശവും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു പ്രതിസന്ധി നേരിടുമ്പോൾ നമുക്ക് ഉപദേശം നൽകുവാനും നമുക്ക് അഭിപ്രായം തരുവാൻ തക്കവണ്ണം ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഇതിൽ ആരാണ് നമുക്ക് ശരിയായ നമ്മുടെ മിത്രം, ശരിയായ ശത്രു ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം പലപ്പോഴും കഴിയാതെ പോകുന്ന അവസ്ഥകളുണ്ട്. പലപ്പോഴും നമ്മളോട് പറയുന്ന ഇന്നതുപോലെ ചെയ്തു എന്ന് പറയുമ്പോൾ നാം അങ്ങനെയാണെങ്കിൽ അത് ശരിയാണല്ലോ, അത് ചെയ്യാം എന്ന് നാം പറയുമ്പോൾ നാം പലപ്പോഴും ദൈവഹിതമാണോ എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകാതെ പോകുന്ന അനേക സാഹചര്യമുണ്ട്. ഇവിടെ ഭക്തൻ പറയുകയാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ യഹോവയാണ് എൻ്റെ ശരണം. ഭാവിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പിന്നീട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, യാതൊരു പ്രയാസവുമില്ല. നിങ്ങൾ ഓടിപ്പോകാൻ എന്നോട് പറയണ്ട. ഞാൻ എൻ്റെ കർത്താവിനെയാണ് ആരാധിക്കുന്നത്, ഞാൻ എൻ്റെ കർത്താവിലാണ് ആശ്രയം പ്രാപിക്കുന്നത്. ഭക്തനെതിരെ പല ഉപായവും ശത്രു പ്രയോഗിക്കും. ശത്രുക്കൾ തന്നെയാണ് പറയുന്നത്, നീ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ട് നീ എവിടെയെങ്കിലും ജീവിച്ചോ, അങ്ങനെ രക്ഷപ്പെട്ടു പോയിക്കൊള്ളുക എന്നാണ് ശത്രുവിൻ്റെ അഭിപ്രായം. എന്നാൽ ദൈവത്തിൻ്റെ അഭിപ്രായം നിനക്ക് പ്രതിസന്ധി നേരിടുന്നിടത്ത് നീ നിൽക്കുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം. അങ്ങനെ ദാവീദിനെ പ്രലോഭനം നൽകുവാൻ തക്കവണ്ണം പിശാച് ചിലരെ കരങ്ങളിലെടുക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ കൂടെ നിന്നവർ, കഴിഞ്ഞ നാളുകളിൽ അവനോട് തോളോട് തോൾ ചേർന്ന് നിന്ന് യുദ്ധത്തിന് മുൻപന്തിയിൽ നിന്നവർ, തൻ്റെ കാര്യങ്ങളിലൊക്കെ കൂടെ നിന്നവരൊക്കെ പറയുകയാണ്, ഇപ്പോൾ പറയുകയാണ്, നീ എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക,
ദൈവിക ഉപദേശമാണോ അല്ലെങ്കിൽ ദൈവഹിത പ്രകാരമുള്ളതാണോ എന്ന് നാം എപ്പോഴും ചിന്തിച്ചിട്ട് വേണം, പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മുടെ ഓരോ ചുവടുവെപ്പും നാം ചെയ്യേണ്ടത്. നമുക്ക് ഉപദേശിച്ചു തരുവാൻ പലരും കാണും. ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷെ എന്തു തന്നെയായാലും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാൻ. ഒരു ദൈവ പൈതലാണല്ലോ പറയുന്നത് എന്ന് കരുതി നാം അത് വിശ്വസിക്കരുത്. ദൈവ പൈതലിൽ കൂടിയും പിശാചിന് നമ്മളോട് സംസാരിക്കുവാൻ തക്കോണം കഴിയും. പിശാച് നമുക്കറിയാം, യേശു പത്രോസിനോട് പറയുന്നുണ്ട്, മർക്കോസിന്റെ സുവിശേഷം 8-33 ആ വാക്യം വായിച്ചു. മർക്കോസിന്റെ സുവിശേഷം 8-33. അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു, സാത്താനെ എന്നെ വിട്ടുപോ, ഈ ദൈവത്തിന്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. നോക്കുക, ഇവിടെ പത്രോസ് അപ്പോസ്തലനെ യേശു വിളിക്കുന്നത് സാത്താനെ എന്നെ വിട്ടുപോ എന്നാണ് പറയുന്നത്. കാരണം ദൈവഹിതപ്രകാരമല്ല, ഒരു ഉപദേശമല്ല പത്രോസ് പറഞ്ഞത്. പിന്നെന്താണ്? പത്രോസ് മാനുഷികമായ ചിന്തകളിൽ കൂടിയാണ്. മാനുഷികമായ ചിന്തകളിൽ കൂടെ നമുക്ക് പല അഭിപ്രായങ്ങളും പലരോടും പറയുവാൻ തക്കണം കഴിയും. അല്ലെങ്കിൽ നമ്മളോട് പലരും മാനുഷിക അഭിപ്രായങ്ങൾ പറയും. എന്നാൽ അത് ദൈവഹിതം ആയിരിക്കണം എന്ന് ഇല്ല. ദൈവഹിതമായത് നാം പ്രാർത്ഥിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രതിസന്ധികളിൽ, പ്രലോഭനങ്ങളിൽ വീണുപോകാതിരിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് ദൈവം മാനുഷികമായ ഉപദേശമല്ല, ദൈവികമായ ഉപദേശങ്ങളാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനാണ് പ്രസക്തി. ദൈവിക ഉപദേശങ്ങൾ ചിലപ്പോൾ ദൈവം നൽകുന്ന ഗൈഡൻസ് പലപ്പോഴും നമുക്ക് ആദ്യം അത് ശരിയായി തോന്നണമെന്നില്ല. എന്നാൽ അതിൻ്റെ അവസാനം അത് ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതാണ് ദൈവിക ഉപദേശങ്ങളും ദൈവിക പരിഹാരങ്ങളും. അപ്പോൾ പ്രതിസന്ധിയിൽ എന്താണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഇവിടെ ദാവീദിന് വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. ദാവീദിനോട് തൻ്റെ സ്നേഹിതരും അല്ലെങ്കിൽ ഉപദേശകരും അവൻ്റെ ചുറ്റും കൂടി നിന്ന ആളുകളൊക്കെ പറയാണ്, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. നോക്കുക, കൊല്ലാൻ വരുന്ന ഒരാളുടെ മുമ്പിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണ് മാനുഷികമായ ചിന്ത, അല്ലേ? നമ്മളെ കൊല്ലാൻ വരുന്ന ഒരാളുടെ അടുക്കൽ എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ് മാനുഷിക ചിന്ത. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ കൊല്ലാൻ വരുന്നവനെല്ലാം കൊല്ലണമെന്നില്ല, അല്ലേ? നമ്മളെ പേടിപ്പിക്കുന്നവനും നമ്മളെ ഓടിക്കാൻ ശ്രമിക്കുന്നവനും ഒക്കെയാണ് ആയുധമായിട്ട് പലപ്പോഴും നമുക്ക് കാണുന്നുണ്ട്, അല്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വീഡിയോകളൊക്കെ കാണുമ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ കത്തിയുമായിട്ടൊക്കെ വരുന്നവൻ ചുമ്മാതെ വീശിയിട്ട് അവൻ തന്നെ ആദ്യം ഓടിപ്പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞാൽ നമ്മളെ പേടിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് പദ്ധതി. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഓടിപ്പോയി രക്ഷപ്പെടുവാനല്ല, ദൈവം ആക്കിയെടുത്ത് നിൽക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം ചിലപ്പോൾ ഓടിപ്പോകേണ്ട സിറ്റുവേഷൻ പറയും, അപ്പോൾ എന്ത് ചെയ്യണം? മാറിപ്പോകേണ്ടി വരും. എന്നാൽ ദൈവം ഇവിടെ ദാവീദിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്ത് തന്നെ നിൽക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവനിയോഗം പിന്മാറിപ്പോകുവാനല്ല, ഓടി രക്ഷപ്പെടുവാനല്ല, ഓടി കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നാം മറന്നു പോകരുത്. കർത്താവിന് പ്രഥമ സ്ഥാനം നൽകണം. പ്രാർത്ഥിച്ച് ദൈവിക ഉപദേശങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിന് നാം ഒരു പ്രവാചകന്റെ അടുക്കൽ പോകണമെന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ദേവദാസന്മാരുടെ അടുക്കൽ പോകണമെന്നില്ല. എന്നാൽ നമ്മുടെ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുക. അതിനുശേഷം ദൈവഹിതമാണെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നുവെങ്കിൽ മാത്രം മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ, അത് പ്രാർത്ഥന സഹായമാണ് നാം കൂടുതലായി ചോദിക്കേണ്ടത്. ദൈവത്തിൽ നിന്ന് നല്ല ഉപദേശങ്ങൾ പ്രാപിക്കുവാൻ തക്കോണം, നല്ല തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ എടുക്കുവാൻ തക്കോണം ഓരോ ദൈവ പൈതലിനെയും ദൈവം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇവിടെ പ്രശ്നപരിഹാരമല്ലായിരുന്നു, ഓടി ഒളിക്കലല്ലായിരുന്നു ദാവീദിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓടി കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക, സഹായമായ പാറയിൽ നിൽക്കുക എന്നുള്ളതാണ് ദൈവം അവനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എൻ്റെ രണ്ടാം വാക്യം വായിച്ചു. ഇതാ ദുഷ്ടന്മാർ ഹൃദയ പരമാർത്ഥികളെ ഇരുട്ടത്തെ എയ്യേണ്ടതിന് വില്ല് കുലച്ച് അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു. നോക്കുക, ഇവിടെ കണ്ടോ, ഇതാ ദുഷ്ടന്മാർ ഹൃദയ പരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യേണ്ടതിന് വില്ല് കുലച്ച് നിൽക്കുകയാണ്. രാത്രിയിലാണ് ആക്രമണം, അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ശക്തികളുടെ ആക്രമണമാണ് നമ്മൾ കാണുന്നത്. എന്നും ഭക്തനെതിരെ ഇരുട്ടിൻ്റെ ശക്തികളുടെ ആക്രമണമുണ്ട്, അതായത് പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളുണ്ട്. ആ ആക്രമണം പ്രധാനമായും നമ്മളെ കീഴ്പ്പെടുത്തുന്നത് നമ്മുടെ മാനസികമായ
ചിന്തകളിലേക്ക് കടന്നു വന്നാണ് പലപ്പോഴും പിശാച് നമ്മളെ കീഴ്പ്പെടുത്തുന്നത്. നമ്മൾ കണ്ട് പേടിപ്പിക്കുകയോ അങ്ങനൊന്നുമല്ല പിശാചിന്. അതൊക്കെ ഈ വിശ്വാസികളല്ലാത്തവരെ ഒക്കെ പേടിപ്പിക്കാന്നുള്ളൂ. വിശ്വാസികളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ പേടിപ്പിക്കാൻ കഴിയില്ല. അവൻ ചെയ്യുന്നത്? മാനസികമായി നമ്മളെ തകർത്ത് കളയുക, നമ്മുടെ ഭവനത്തിൽ കുടുംബത്തിൻ്റെ സന്തോഷം എടുത്തു കളയുക. ഇതൊക്കെയാണ് ശത്രു ചെയ്യുന്ന പദ്ധതികൾ. ഇവിടെ ദാവീദിനെതിരെ ഇരുട്ടിൻ്റെ ആത്മാക്കൾ ഇരുട്ടത്ത് അല്ലെങ്കിൽ ഇരുളിൻ്റെ മറവിൽ അല്ലെങ്കിൽ അവർ സ്വയം സൃഷ്ടിച്ച ഇരുളുകളിൽ അവർ ഭക്തനെതിരെ അസ്ത്രം തൊടുത്തു വിടുവാൻ തക്കവണ്ണം വില്ലു കുലച്ച്, കൈയൊന്ന് വിട്ടാൽ മതി, കൈയൊന്ന് അയച്ചാൽ ഭക്തന്റെ നെഞ്ചു തുളച്ച് കയറി ഭക്തൻ മരിക്കത്തക്ക രീതിയിൽ റെഡിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾക്ക് ഇവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ശത്രുവിൻ്റെ ആയുധങ്ങൾ അത് ഇരുട്ടത്താണ്, ഇരുളിൻ്റെ മറവിലാണ്, അല്ലെങ്കിൽ ഇരുളത്ത് മറഞ്ഞു നിന്നാണ്, ഒളിഞ്ഞു നിന്നാണ്. ശത്രുവിൻ്റെ എപ്പോഴും ആയുധം അവൻ പിന്നിൽ നിന്നാണ് ആക്രമിക്കുന്നത്. നേരെ ആക്രമിക്കുവാൻ തക്കവണ്ണം അവന് ധൈര്യം പോരാ. അതുകൊണ്ട് ഇരുട്ടിൻ്റെ മറവിൽ അവൻ ആക്രമിക്കുവാൻ തക്കവണ്ണം ലക്ഷ്യമിടുകയാണ്. ഇരുട്ടത്തും ലക്ഷ്യം ഭക്തൻ തന്നെയാണ്. ഭക്തനെ ഇരുട്ടത്ത് അവൻ ലക്ഷ്യം വെക്കുകയാണ്. നോക്കുക, അവൻ നിന്നെ കൊല്ലുവാൻ വരുന്നു എന്ന് നെഹമ്യാവിനോട് 6-ാം അധ്യായം, നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 10 മുതൽ 13 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നെഹമ്യാവിനെ തകർത്ത് കളയുവാൻ, നെഹമ്യാവിൻ്റെ മതിൽ പണിക്ക് എതിരായി, യെരൂശലേമിൻ്റെ മതിലിൻ്റെ പണിക്കെതിരായി നെഹമ്യാവിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ തക്കവണ്ണം ശത്രു എത്ര വട്ടം പദ്ധതിയിട്ടു എന്ന് നെഹമ്യാവിൻ്റെ പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് പോയി രക്ഷപ്പെടാം, നമുക്ക് മന്ദിരത്തിൽ കയറി ഒളിച്ചിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ശത്രു അവനെ വശീകരിക്കുന്ന സാഹചര്യം. എന്നാൽ ഭക്തൻ അത് തിരിച്ചറിഞ്ഞു. ഭക്തന് എപ്പോഴും ശത്രുവിൻ്റെ പദ്ധതികളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഒരു കൃപയുണ്ട്. നിങ്ങൾക്ക് ശത്രുവിൻ്റെ പദ്ധതികളെ തിരിച്ചറിയാൻ, നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങളോട് ഇടപെടുന്ന, സമൂഹത്തിൽ നിങ്ങളോട് പലപ്പോഴായി പല സ്ഥലത്ത് വെച്ച് നിങ്ങളോട് സംസാരിക്കുന്ന ഒരാളുടെ സംഭാഷണം നിങ്ങൾക്ക് എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള ദൈവകൃപ വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, നമ്മൾ സംസാരിക്കുന്ന മേഖലകളിൽ, നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് സംസാരിപ്പാൻ, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്നവർ ദൈവഹിതപ്രകാരമാണോ സംസാരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾക്ക് എപ്പോഴും ആവശ്യമാണ്. ഇവിടെ നോക്കുക, ഇരുട്ടത്ത് അസ്ത്രം അവൻ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. കൈയൊന്ന് വിട്ടാൽ എന്ത് ചെയ്യും? തീരും. എന്നാൽ മാനുഷികമായി നോക്കിയാൽ ബുദ്ധിപരമായ ഉപദേശമാണ്. ഇരുട്ടത്ത് ശത്രു വില്ലു കുലച്ച് നിൽക്കുകയാണ്. മാനുഷിക ഉപദേശമാണ്, നീ ഇരുട്ടത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് ദാവീദിനോട് ഇവിടെ ആളുകൾ പറയുന്നത്. അവൻ്റെ സ്നേഹിതന്മാരോ അല്ലെങ്കിൽ സ്നേഹിതന്മാരെന്ന് നടിക്കുന്ന ആളുകളോ പറയുന്നത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? ഓടി പറന്ന് മലയിലേക്ക് പോയിക്കൊള്ളുക, അല്ലെങ്കിൽ നിനക്ക് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് നീ ഓടി രക്ഷപ്പെട്ടുകൊള്ളുക എന്നാണ് സങ്കീർത്തനക്കാരനോട്. എന്നാൽ സങ്കീർത്തനക്കാരൻ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ലൊരു സ്റ്റേറ്റ്മെന്റ് സങ്കീർത്തനക്കാരൻ അവിടെ പറയണം. അത് വായിച്ചോ. അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും? ശത്രു ദാവീദിന്റെ നേരെ വിരൽ ചൂണ്ടുന്നത് സ്വാഭാവികമായ നടപടിയാണ്. ശത്രുക്കൾ എന്നും ഭക്തന്റെ നേരെ വിരൽ ചൂണ്ടും. എന്നാൽ നാം അത് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? നമ്മുടെ അടിസ്ഥാനം നമ്മുടെ കർത്താവ്. ശത്രു എന്തൊക്കെ പറഞ്ഞോട്ടെ, ശത്രു ഏത് വലിയ ആക്രമണത്തിനും തയ്യാറായിക്കോട്ടെ, ശത്രു എങ്ങനെയെങ്കിലും നമ്മളെ നശിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം തീരുമാനമെടുത്തോട്ടെ, പക്ഷേ നമുക്ക് ഒന്ന് പറയുവാൻ സാധിക്കും, ഞാൻ എൻ്റെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് എൻ്റെ കർത്താവിലാണ്, അല്ലെങ്കിൽ എൻ്റെ അടിസ്ഥാനം യഹോവയിലാണ്. നാം ഓരോ ഭക്തനും പറയേണ്ടതാണ്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മളെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മളെ നിർത്തിയിരിക്കുകയാണ്. ആ പാറമേൽ നിൽക്കുന്നവന് ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രയാസം വന്നാലും, ഏത് ആക്രമണം വന്നാലും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മളെ നിർത്തിയിരിക്കുകയാണ്. ഭയപ്പെടേണ്ട എന്നാണ് പറയുന്നത്. ഇവിടെ ഭക്തന്റെ അടിസ്ഥാനം യഹോവയാണ്. ഓടിപ്പോകേണ്ട സാഹചര്യം വന്നേക്കാം, ശത്രു നെഞ്ചിന് നേരെ അമ്പ് തൊടുത്തു വിട്ടേക്കാം, പക്ഷെ ഇതൊന്നും ഭക്തന് യേശുകയില്ല. കാരണം ഭക്തൻ നിൽക്കുന്നത് യഹോവ എന്ന
അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ചില തീരുമാനങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തിട്ട് അത് അമ്പേ പരാജയപ്പെട്ടു പോയതിന്റെ കാരണം നമ്മൾ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലല്ല നമ്മൾ ആ വിഷയം ചിന്തിച്ചത്, അല്ലെങ്കിൽ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലല്ല നമ്മൾ ആ തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ നിന്നത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവായിരിക്കണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ നമുക്ക് നേരെ വരുന്ന പ്രതിസന്ധികൾ, നമുക്ക് നേരെ വരുന്ന അസ്ത്രങ്ങളെയൊന്നും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ക്രിസ്തു എന്ന സംരക്ഷകൻ നമുക്ക് ഉണ്ട് എന്നുള്ള ഗാഢമായ വിശ്വാസം അത് നമുക്കുള്ളത് കൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് ഭയപ്പെടാതെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കുന്നത്. കാരണം ഇവിടെ പറയാണ്, ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ. യഹോവയിൽ അടിസ്ഥാനം ഉള്ളവന്റെ ഒരു ഗുണം എന്താണ്? അവൻ ഹൃദയ പരമാർത്ഥിയാണ്. അവൻ ന്യായത്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്. ന്യായത്തിനു വേണ്ടി നിൽക്കുന്നവന് പലപ്പോഴും ന്യായം ലഭ്യമായില്ല എങ്കിലും അവൻ ന്യായത്തിന് നിൽക്കും. നന്മ ചെയ്യുന്നവനെതിരെ എന്നും ദുഷ്ടന്റെ ഒരു പ്രവൃത്തിയുണ്ട്. നന്മ ചെയ്യുന്നതിന് മറുപടിയായി ദുഷ്ടത കിട്ടിയാലും എന്ത് ചെയ്യും? നന്മ ചെയ്യുന്നവനെന്നും നന്മ ചെയ്തുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ്, നീതിക്ക് വേണ്ടിയാണ് ദാവീദ് അവിടെ നിൽക്കുന്നത്. അവന് നീതി ലഭ്യമാകുന്നില്ല. എന്നാൽ എന്നിട്ടും എന്ത് ചെയ്യുന്നു? ദാവീദ് നീതിക്ക് വേണ്ടി നിൽക്കും. എന്താണ് അതിന്റെ കാരണം? രാജാവായ ശൗൽ അവന് നീതി നടത്തേണ്ട രാജധർമ്മമാണ് നീതിയും ന്യായവും നടത്തുക, നിയമങ്ങൾ യഥാർത്ഥമായി പരിപാലിപ്പിക്കുക, അല്ലെങ്കിൽ അത് നടപ്പിലാക്കുക എന്നുള്ളത് രാജാവിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം മറന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ശൗൽ ദാവീദിനെ കൊന്നുകളയുവാനായി പദ്ധതിയിടുകയാണ്. ഒറ്റ പാട്ടാണ് ദാവീദ് 10,000 കൊന്നു എന്നുള്ള ആ ഒരൊറ്റ പാടിപ്പുകഴ്ത്തലിന്റെ പേരിൽ ശൗൽ അക്രമകാരിയാകുകയാണ്. നീതി നടത്തിക്കൊടുക്കേണ്ട ശൗൽ ദാവീദിനെതിരെ തിരിയുവാൻ തക്കോണം ഇടയായി. എന്നാൽ ദാവീദിന് ഭയമില്ല. ശൗൽ എന്തും ചെയ്തോട്ടെ. ദാവീദ് ശൗലിനെ പേടിച്ച് വനാന്തരങ്ങളിലൊക്കെ ഓടിപ്പോയി. നമ്മൾ ചിന്തിക്കും അത് ഭയപ്പെട്ടോടിയതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഭയപ്പെട്ടോടിയതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. ശൗലിനെ ദാവീദിന്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ഒരു നിമിഷത്തെ അവന്റെ ദേഷ്യം കൊണ്ട്, ശത്രുവിനെ കൊന്നുകളയണമെന്നുള്ളൊരു തീരുമാനം കൊണ്ട്, ശൗലിനെ കൊന്നുകളയുവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് എപ്പോഴും വനാന്തരങ്ങളിലേക്ക് ഗുഹകളിലോ ഓടിപ്പോയി. ഗുഹയ്ക്കകത്ത് വെച്ച് ദാവീദിന് കിട്ടിയതാണ്. ദാവീദിനെ കൊന്നുകളഞ്ഞില്ല. എന്ത് ചെയ്തു? വസ്ത്രത്തിന്റെ അറ്റമൊന്ന് മുറിച്ചെടുത്തത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം അല്ലേ, നമ്മൾക്ക് ശക്തരാണെങ്കിലും നമ്മൾക്കെതിരെ നമ്മളെക്കാൾ ശക്തി കുറഞ്ഞവനും നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവനും നമുക്കെതിരെ വന്നാൽ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യത്തില്ല. എന്ത് ചെയ്യും? മാറിപ്പോകുന്ന അനേകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ദാവീദ് പലപ്പോഴും ഭയപ്പെട്ടോടിയത്. കാരണം ദാവീദ് ശൗലിനെ കൊല്ലുവാൻ, കാരണം അവനും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ്. അവനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ഹിതമല്ല. ശത്രു ആണെങ്കിലും അവനെ കൊന്നുകളയുവാൻ തക്കവണ്ണം ദൈവം അവനെ അനുവദിക്കുന്നില്ല. നോക്കുക, എത്ര നല്ല തീരുമാനമാണ് ഇവിടെ ഭക്തൻ എടുത്തത്. ഇവിടെ ഭക്തനായ ദാവീദ് പറയാണ്, എനിക്ക് സംരക്ഷണം നൽകേണ്ടവൻ എന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. അത് കണ്ടിട്ട് അനേകർ പറയാണ്, നീ എങ്ങനെങ്കിലും ഓടി രക്ഷപ്പെട്ടു, ശൗൽ നിന്നെ രാത്രിയിൽ കൊന്നുകളയുവാൻ ദൂതന്മാരെ വിട്ടിരിക്കുന്നു. അപ്പോഴാണ് പറയുന്നത്, എത്രയും പെട്ടെന്ന് ഓടി രക്ഷ. എന്നാൽ ദാവീദ് പറയാണ്, ഞാൻ അവനിലായതു മുതൽ എൻ്റെ സംരക്ഷണ ചുമതല അവൻ്റേതാണ്. നോക്കുക, നാം എന്നായോ അന്നു മുതൽ നമ്മുടെ സംരക്ഷണ ചുമതല നമ്മുടെ കർത്താവിനാണ്. നാം വിചാരിക്കും നമ്മുടെ ഭർത്താവിൻ്റെ ആരോഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുബലം കൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് എന്ന് നാം ചിന്തിച്ചാൽ അങ്ങനെയല്ല. നമ്മുടെ സംരക്ഷണ ചുമതല നമ്മുടെ കർത്താവിനാണ്. നമ്മുടെ കർത്താവിൻ്റെ കരം വിട്ടുകഴിഞ്ഞാൽ എത്ര സംരക്ഷണമുണ്ടെങ്കിലും നമ്മൾ തകർന്നു പോകും. ഇവിടെ ദാവീദിന്റെ സംരക്ഷണ ചുമതല കർത്താവാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സംരക്ഷണ ചുമതല നമ്മുടെ കർത്താവിനുണ്ട്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട. നമ്മുടെ കർത്താവ് അറിയാതെ ഒരു ആപത്തും ഒരു ദുഃഖവും ഒരു പ്രയാസവും നമുക്കുണ്ടാകുകയില്ല എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയുന്നത്. അതുകൊണ്ട് ദൈവം വായിച്ചിട്ട് വരുന്ന രോഗങ്ങളും ദുഃഖങ്ങളും നമ്മളെ കൂടുതൽ വീര്യമുള്ളവരാക്കി തീർക്കുക, കർത്താവിനോട് കൂടുതൽ അടുത്ത് ജീവിക്കുന്നവരാക്കി തീർക്കുവാനാണ് ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് നേരെ വരുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എൻ്റെ സംരക്ഷണ ചുമതല എൻ്റെ കർത്താവാണ്. അതുകൊണ്ട് അതറിയത്തില്ല, നിങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പറയാണ്, ഓടി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു. നമ്മുടെ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ചിലർ പറയും, ഇന്നതുപോലെ ചെയ്തു. അപ്പം നമുക്ക് മറ്റ് രക്ഷാമാർഗം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല,
അതിനെ അത്ര കാര്യമാക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ദാവീദിൻ്റെ സംരക്ഷണ ചുമതല ദൈവത്തിൻ്റെ പക്കലാണ്. അതുകൊണ്ട് ദാവീദിന് ഭയമില്ല. എന്നാൽ ചുറ്റുപാട് നിന്ന് പറയുന്നവർ പറയാണ്, നീ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടു. കാരണം അവരുടെ സംരക്ഷണ ചുമതല കർത്താവിലല്ല. ഒരു വട്ടം ഓടിക്കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും ഓടി രക്ഷപ്പെടേണ്ടി വരും. അതിന് പകരം കർത്താവിൽ ഉറച്ചു നിൽക്കുക എന്നാണ് ദൈവം ദാവീദിനെ കുറിച്ച് ആഗ്രഹിച്ചത്. അത് തന്നെയായിരുന്നു ദാവീദിൻ്റെ തീരുമാനം. നമുക്കറിയാം, പൗലോസ് യെരുശലേമിലേക്ക് പോകണ്ട, യെരുശലേമിലേക്ക് പോയാൽ നിനക്ക് ഇന്നതുപോലൊക്കെ സംഭവിക്കും. അവൻ്റെ ഉറുമാറൊക്കെ കിട്ടിയ ആ സംഭവം, അവൻ്റെ കരം കിട്ടി, ഇതുപോലെ പൗലോസിനും സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ പൗലോസ് ധൈര്യമായി, മരിക്കുന്നെങ്കിൽ ഞാൻ യെരുശലേമിൽ തന്നെ പോയി മരിക്കും എന്നൊരു തീരുമാനം. ഇത് തന്നെയാണ് ഭക്തൻ്റെ. എന്തു തന്നെയായാലും മരണമാണെങ്കിലും, അതുകൊണ്ടാണ് ചന്ദ്രകമേശക് അബേദ്നെഗോവ് തീച്ചൂളയിലേക്ക് എറിയപ്പെട്ടത്. തീരുമാനം എൻ്റെ സംരക്ഷണ ചുമതല, അല്ലെങ്കിൽ ഞങ്ങളുടെ സംരക്ഷണ ചുമതല നമ്മുടെ കർത്താവിനാണ് എന്നുള്ള ദൃഢമായ അവരുടെ വിശ്വാസം, അത് മരിച്ചാലും ജീവിച്ചാലും കർത്താവിന് വേണ്ടിയാണെന്നുള്ള ദൃഢമായ ആ തീരുമാനമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ദാനിയേൽ സിംഹക്കുഴിയിൽ എറിഞ്ഞപ്പോഴും അവന് ഒന്നും സംഭവിക്കാതെ പോകുന്നത്. കാരണം കർത്താവാണ് അവൻ്റെ സംരക്ഷണ ചുമതലയെന്ന് അവന് തീർത്തും ബോധ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കുമുണ്ടാകണം. നമ്മുടെ കർത്താവാണ് നമ്മുടെ സംരക്ഷണം, നമ്മുടെ കർത്താവാണ് നമ്മുടെ സൂക്ഷിപ്പ്, നമ്മുടെ കർത്താവാണ് നമ്മുടെ തലമുറകളുടെ സംരക്ഷണം, കർത്താവാണ് നമ്മുടെ ഭവനത്തിൻ്റെ സംരക്ഷണം, കർത്താവാണ് നമ്മുടെ ജോലിയുടെ സംരക്ഷണം. അത് നാം പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ നമ്മുടെ സംരക്ഷണ ചുമതല പൂർണ്ണമായി ഏൽപ്പിക്കുന്നുവെങ്കിൽ ഓരോ ഭക്തനും പറയാൻ തക്കവണ്ണം കഴിയും, അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും? നിങ്ങളുടെ അടിസ്ഥാനം മറിഞ്ഞുപോയാൽ നിങ്ങൾ എന്തും ചെയ്യും. അടിസ്ഥാനം മറിഞ്ഞുപോയാൽ എന്തും ചെയ്യും. എന്നാൽ നീതിമാനെ സംബന്ധിച്ച് അവൻ്റെ അടിസ്ഥാനം മറിഞ്ഞു പോകുകയില്ല. നിങ്ങൾ നോക്കുമ്പോൾ അത് മറിയുന്നതാണ്. എന്നാൽ ഒരു ഭക്തന്റെ അടിസ്ഥാനം, അവൻ നിൽക്കുന്ന അവൻ്റെ അടിസ്ഥാനം ഉറപ്പുള്ളതാണ്. യഹോവയിലാണ് അവൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ അടിസ്ഥാനം യഹോവയിലായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് 4 മുതൽ 6 വരെയുള്ള വാക്ക് പെട്ടെന്ന് വായിക്കാം. സമയം. യഹോവയുടെ സിംഹാസനം സ്വർഗ്ഗത്തിലാകുന്നു, അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു, അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു, ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു. ദുഷ്ടന്മാരുടെ മേൽ അവൻ കണികളെ വർഷിപ്പിക്കുന്നു, തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും. നോക്കുക, യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകും. ഈ വാക്യവുമായിട്ട് നമുക്കൊന്നും അത്ര ചേരുന്നതായി തോന്നുകയില്ലെങ്കിലും നമുക്ക് ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ പറയുന്നു പക്ഷികളെ പോലെ ഓടിപ്പോയി. കാരണം ശത്രു വില്ല് കുലച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ മരണം എത്രയും പെട്ടെന്ന് സംഭവിക്കാം. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഓടി ഇവിടുന്ന് രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് പറയുമ്പോൾ ദാവീദിന് മറുപടിയാണ്, യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, മാത്രമല്ല യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു, അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു, അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നു. പക്ഷേ യഹോവ എന്ത് ചെയ്യുന്നു? തൻ്റെ ഭക്തന്മാരെ ശോധന ചെയ്ത് അവരെ തിരിച്ചറിയുന്നു. അതായത് നിങ്ങളെയും എന്നെയും യഹോവ തിരിച്ചറിയുന്നുണ്ട്. തൻ്റെ മന്ദിരത്തിൽ, തൻ്റെ ആലയത്തിൽ നിന്ന് അവൻ മനുഷ്യരുമായി ഇടപെടുന്നു. അതായത് ഞാനുമായുള്ള സംസർഗം അവൻ എന്നുമുണ്ട്. അത് മാത്രമല്ല, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു എന്ന് പറഞ്ഞാൽ ഭക്തന് യഹോവ സ്വർഗത്തിലിരുന്ന് ന്യായമായ നീതി ലഭ്യമാക്കി കൊടുക്കും എന്നാണ്. അതായത് ശൗലേ, നീ എനിക്കെതിരായി തിരിഞ്ഞാലും, ചുറ്റും നിൽക്കുന്ന ജനങ്ങളെ നിങ്ങൾ എനിക്കെതിരെ പദ്ധതികൾ ഇട്ടാലും, ശത്രു ഇരുട്ടിത്ത് വില്ലുകുലച്ചാലും എനിക്ക് ഭയമില്ല. കാരണം എൻ്റെ യഹോവ സ്വർഗത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഭക്തൻ്റെ ആ വിശ്വാസം. നമുക്ക് പ്രതിസന്ധി വരുമ്പോൾ നമുക്കും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, കർത്താവേ, അങ്ങ് സ്വർഗസിംഹാസനങ്ങളിൽ ഇരിക്കുന്നുവല്ലോ, ആ സ്വർഗസിംഹാസനത്തിൽ ഇരുന്ന് എനിക്ക് നീതിയും ന്യായവും നടത്തിത്തരുവാൻ തക്കോണം അങ്ങ് കഴിവുള്ളവനാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് തന്നെ അങ്ങ് ചെയ്യുന്നു. തീർച്ചയായും ദൈവം നമുക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തിത്തരും. പക്ഷെ നാം എന്ത് ചെയ്യണം? 2-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ നാം ഹൃദയ പരമാർത്ഥികളാകണം. പിന്നീട് വായിക്കുന്നു,
യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു, ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു. നോക്കുക, നമ്മളെ നീതിമാനെ യഹോവ ശോധന ചെയ്തുകൊണ്ട് എപ്പോഴും ശോധന ചെയ്യുന്നു. അവനെ എപ്പോഴും പരിശോധനകളിൽ കൂടെ കടത്തിവിട്ട് അവനെ ഏറ്റവും കരുത്തുള്ളവനാക്കി തീർക്കുന്നു. അതുകൊണ്ട് അതാണ് ഇവിടെ പറയുന്നത്, യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു. മാത്രമല്ല, ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു. സാഹസപ്രിയൻ എന്ന് പറഞ്ഞാൽ ആക്രമണത്തെ ഇഷ്ടപ്പെടുന്നവനെയാണ് സാഹസപ്രിയൻ എന്നവിടെ പറയുന്നത്. അല്ല, വലിയ സാഹസം ചെയ്യുന്നവനല്ല, ദൈവ പൈതലിനെതിരെ ആക്രമണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവൻ, അതിനുവേണ്ടി പദ്ധതിയിടുന്നവൻ, അവനെ എന്ത് ചെയ്യുന്നു? യഹോവ വെറുക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. മാത്രമല്ല, 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർഷിപ്പിക്കും, തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും. അതായത്, എനിക്കെതിരെ വരുന്ന ദുഷ്ട, നിന്റെ ഓഹരി എന്താണ്? തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും. നോക്കുക, ശൗൽ ആദ്യത്തെ രാജാവാണ്, പക്ഷേ എന്ത് ചെയ്തു? അവൻ യഹോവയിൽ നിന്ന് മാറിപ്പോയി. നമുക്കറിയാം, വെളിച്ചപ്പാടത്തെ സ്ത്രീയുടെ അടുക്കലേക്ക് അവൻ പോയി. അവൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുന്നവൻ എന്ത് ചെയ്തില്ല? ഒരിക്കലും സ്വർഗീയ പ്രവേശനമില്ല, കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുകയില്ല. അങ്ങനെ എന്ത് ചെയ്തു? അവൻ സമരമുഖത്ത് അവൻ ആത്മഹത്യ ചെയ്തു. ദൈവത്തിൽ നിന്ന് അവൻ മാറിപ്പോയി. അതുകൊണ്ട് അവൻ്റെ ഓഹരി എന്താണ്? എനിക്കെതിരെ തിരിയുന്ന ജനങ്ങളെ, എനിക്കെതിരെ കൂട്ടുകൂടുന്ന ആളുകളെ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ദുഷ്ടന്മാരാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയാകും. മാത്രമല്ല, ആദ്യം കാണുന്നു, ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർഷിപ്പിക്കും. കെണികൾ എന്നുള്ളതും അവിടെയും ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. മറ്റേ ഇംഗ്ലീഷിലും ഒക്കെ വായിക്കുമ്പോൾ തീക്കനൽ വർഷിപ്പിക്കും എന്നാണ്. നോക്കുക, ദുഷ്ടന്റെ മേൽ എന്ത് ചെയ്യും? തീക്കനൽ വർഷിപ്പിക്കും. ശത്രു അല്ലെങ്കിൽ ദുഷ്ടന്, ദൈവ പൈതലിനെതിരെ നിൽക്കുന്ന ഓരോ ശത്രുവിൻ്റെ മേലും ദൈവം തീക്കനൽ വർഷിപ്പിക്കും. കാരണം തീക്കനൽ വർഷിപ്പിക്കും മാത്രമല്ല, അവൻ്റെ നിത്യത തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും ആയിരിക്കും അവൻ്റെ പ്രതിഫലം. എന്നാൽ ദൈവത്തിനെ സംബന്ധിച്ച് അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും. നേരുള്ളവർ അവൻ്റെ മുഖം കാണും. ഇത് നമ്മൾക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയുമ്പോൾ ഒരു നിത്യതയുടെ ഭാഗം കൂടിയാണ് ദാവീദ് അവിടെ പറയുന്നത്. നേരുള്ളവർ അവൻ്റെ മുഖം കാണും. നമ്മുടെ കർത്താവിനെ മുഖാമുഖമായി കാണുന്ന ഒരു നാളുണ്ട്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, അവർ അവൻ്റെ മുഖം കാണും, അവൻ്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. അവർ അവൻ്റെ മുഖം കാണും. നമ്മുടെ കർത്താവിനെ മുഖാമുഖം കാണുന്ന ഒരു സന്തോഷത്തിൻ്റെ നിമിഷമുണ്ട്. അതാണ് ഭക്തനിവിടെ പറയുന്നത്, നേരുള്ളവർ അവൻ്റെ മുഖം കാണും. നാം നേരുള്ളവരായി, നീതിയുള്ളവരായി നാം നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മുടെ കർത്താവിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. അത്ര ദൃഢമായൊരു വിശ്വാസമാണ്. നമ്മൾക്ക് പലപ്പോഴും പറയുവാൻ തക്കവണ്ണം കഴിയാത്ത ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ കർത്താവിനെ കാണും, നിത്യതയിൽ എൻ്റെ കർത്താവിനോടുകൂടെ വസിക്കും എന്ന് പലപ്പോഴും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഭക്തൻ തീർച്ചയോടും ഉറപ്പായിട്ടും പറയുകയാണ്, ഞാൻ നേരുള്ളവർ അവൻ്റെ മുഖം കാണും. ഭക്തൻ നീതിമാനായതുകൊണ്ട് തീർച്ചയായും അവന് നീതി ലഭിക്കും. ഈ ലോകത്ത് നമുക്ക് നീതി ലഭ്യമായില്ലെങ്കിൽ, ഈ ലോകത്ത് നമുക്ക് സന്തോഷം ഇല്ലെങ്കിലും നമുക്ക് കർത്താവിനെ കാണുന്നൊരു സുദിനമുണ്ട്. നിത്യതയിൽ നേരുള്ളവർ അവൻ്റെ മുഖം കണ്ട് സന്തോഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു നിമിഷമുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മളെ ആക്കിയിടത്ത് നിന്നുകൊണ്ട് വിശുദ്ധിയോടെ, വേർപാടോടെ, വിശ്വസ്തയോടെ ജീവിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. തുടർന്ന് സാക്ഷ്യങ്ങൾക്കുള്ള അവസരമാണ്. കുഞ്ഞുങ്ങൾ മുമ്പോട്ടാണ്.